പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. കണ്ണുകളടച്ച് കൈകൾ കൂപ്പി നമുക്ക് കർത്താവിൻ്റെ സന്നിധിയിൽ ഒരു നിമിഷം ആയിരിക്കാം. ഇന്ന് പരിശുദ്ധ അമ്മയുടെ ദിവസമാണ്. അമ്മ നമ്മളെ അനുഗ്രഹിക്കാൻ പോകുന്ന ദിവസം. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, അമ്മയോടുള്ള ഞങ്ങളുടെ വിശ്വാസത്തെ പ്രതി ഞങ്ങളിതാ ഞങ്ങളുടെ വേദനകളും വിഷമങ്ങളും അമ്മയുടെ സന്നിധിയിൽ സമർപ്പിക്കുന്നു. അമ്മേ മാതാവേ, ഞങ്ങളുടെ ഭവനത്തിലേക്ക് ഈ നിമിഷം അമ്മ കടന്നു വരണമേ. ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ ഭവനത്തിൻ്റെ മേൽ അമ്മയുടെ സംരക്ഷണത്തിൻ്റെ മുദ്ര പതിപ്പിക്കണമേ. വാർദ്ധക്യത്തിലായിരിക്കുന്ന ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് ആയുസ്സും ആരോഗ്യവും നൽകി അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ ജീവിത പങ്കാളിയെയും ദാനമായി ഞങ്ങൾക്ക് നൽകിയ ഞങ്ങളുടെ മക്കളെയും സഹോദരി സഹോദരന്മാരെയും ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെയും എല്ലാം ഈ നിമിഷം ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ മാതാവേ, അമ്മയുടെ സംരക്ഷണത്തിൻ്റെ വലയം അവരുടെയും അവരുടെ കുടുംബത്തിൻ്റെ മേലും ഉണ്ടായിരിക്കണമേ. ഒരു പൈശാചിക ശക്തികളും അപകടങ്ങളും ഞങ്ങളുടെയോ ഞങ്ങളുടെ ഭവനത്തിൻ്റെ നേർക്കോ ഉയർക്കുവാൻ അമ്മ അനുവദിക്കരുതേ. ഈശോയോടും അമ്മയോടുമുള്ള വിശ്വാസ ജീവിതം നയിച്ച് മുൻപോട്ട് പോകുവാൻ എൻ്റെ കുടുംബത്തിനും ഞങ്ങൾക്കും ശക്തി നൽകണമേ. അമ്മേ മാതാവേ, ജോലിയില്ലാതെ ഭാരപ്പെടുന്ന മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവരുടെ വേദനയും വിഷമത്തെയും അമ്മ മനസ്സിലാക്കി അവർക്ക് അവിടെ നിന്നൊരു വരുമാന മാർഗം കാണിച്ചു കൊടുക്കണമേ. അമ്മേ മാതാവേ, സാമ്പത്തികമായി തകർച്ചയിലായിരിക്കുന്ന മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവരെ ആശ്രയിച്ച് കഴിയുന്ന അവരുടെ കുടുംബത്തെ അമ്മയുടെ സന്നിധിയിലേക്ക് ഈ നിമിഷം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, അമ്മയുടെ പ്രത്യേക ഇടപെടൽ കൊണ്ട് അവരെ സാമ്പത്തികമായി അമ്മ അനുഗ്രഹിക്കണമേ. അവിടെ കണ്ണുനീർ തുടയ്ക്കണമേ. അമ്മേ മാതാവേ, രോഗാവസ്ഥയിൽ വീട്ടിലും ഹോസ്പിറ്റലിലുമായി കഴിയുന്ന ഞങ്ങളെ പ്രിയപ്പെട്ടവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അത്ഭുതങ്ങളുടെ രാജ്ഞിയെ പരിശുദ്ധ മറിയമേ, ഈശോയുടെ അമ്മേ, ഈ നിമിഷം ഓർത്ത് പ്രാർത്ഥിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ തൊട്ടനുഗ്രഹിക്കണമേ. മനുഷ്യന് സാധ്യമായത് ദൈവത്തിന് സാധ്യമാണെന്ന വചനത്തെ മുറുകെ പിടിച്ചുകൊണ്ട് ഞങ്ങളുടെ വിശ്വാസത്തെ പ്രതി ഈ നിമിഷം ഞങ്ങൾ ശക്തമായി പ്രാർത്ഥിക്കുന്നു. ഇന്ന് ഈശോയുടെ ജീവിക്കുന്ന സാക്ഷിയായി അവരെ ഉയർത്തണമേ. അമ്മേ, കൃപാസനം പ്രസാദപര മാതാവേ, നിന്റെ സന്നിധിയിൽ നാളിതുവരെയും പ്രതീക്ഷകളോടെ കടന്നുവന്ന ആരെയും നീ കൈവിട്ടിട്ടില്ലല്ലോ. അമ്മേ മാതാവേ, ഞങ്ങളുടെ അമ്മയായി ഈ നിമിഷം ഞങ്ങളുടെ അരികിൽ എത്തണമേ. അമ്മയുടെ സുഗന്ധാഭിഷേകത്തിന് ഞങ്ങളെ അർഹരാക്കണമേ. ഞങ്ങളെ വഴി നടത്തണമേ. അമ്മയുടെ സ്നേഹത്തിൻ്റെയും സംരക്ഷണത്തിൻ്റെയും കരുതലിൻ്റെയും പ്രകാശം ഞങ്ങളിൽ നിറയ്ക്കണമേ. അമ്മേ മാതാവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് ഞങ്ങൾക്കായി ഈശോയുടെ മാധ്യസ്ഥം വഹിക്കണമേ. നാളെ നല്ലൊരു ദിവസം ഞങ്ങൾക്കായി അവിടുന്ന് ഒരുക്കണമേ. സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിൽ ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്നും പിറന്നു. പന്തിയോസ് പിലാത്തോസിൻ്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ചടക്കപ്പെട്ടു. പാതാളത്തിലിറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്തു. സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിൻ്റെ ഉയിർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ വീഴാൻ ഇടയാക്കരുതേ. തിന്മയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ.